ബോസ് തമിഴ് സീസൺ 9 ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്രമാത്രം ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിപ്പോയത്. ഒരു ടാസ്കിന്റെ പേരിൽ എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഒന്നിനു മുകളിൽ ഒന്നായി മാലപ്പടക്കം പോലെയായിരുന്നു ഓരോ ഫൈറ്റുകൾ ഉണ്ടായിരുന്നത്. ഓരോ ഫൈറ്റുകൾ അവസാനിക്കുമ്പോൾ ഇത് തീർന്നെന്ന് വിചാരിക്കും. എന്നാൽ ഒരു മൂലയിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൂലയിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നുള്ള ആളുകളും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ക്യാപ്റ്റനായ രമ്യയ്ക്ക് ഇന്ന് ഒട്ടും വയ്യായിരുന്നു. രമ്യ എല്ലാവരോടും ഒന്ന് മിണ്ടാതിരിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടും ആരും അത് വകവെക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഇന്നത്തെ ഫൈറ്റിംഗ് എല്ലാം കണ്ടപ്പോൾ അതൊരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് പോകുമെന്നായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത്. കാരണം അത്രമാത്രം കത്തിക്കയറിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഓരോരുത്തരും. ബിഗ് ബോസ് ഈ ടാസ്കിൽ ഓൾറെഡി വളരെയധികം ദേഷ്യത്തിലായിരുന്നു ഹൗസ്മേറ്റ്സിനോട് എല്ലാവരോടും. ഇന്നത്തെ ടാസ്കിൽ പുള്ളിക്കാരൻ വളരെ സൈലന്റ് ആയിട്ടായിരുന്നു നിന്നിരുന്നത്. ഒരു നെക്ലേസ് മോഷ്ടിക്കാനാണ് ഇവർ ഈ കിടന്ന് പെടാപ്പാട് പെടുന്നത്. ഓൾറെഡി ബിഗ് ബോസിന്റെ വക വാണിംഗ് എല്ലാം കഴിഞ്ഞതായിരുന്നു. എന്നിട്ടും അവർ അതൊന്നും വകവെക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പുതിയ ടാസ്കിന് വേണ്ടി ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ പറഞ്ഞപ്പോഴും ഹൗസിനുള്ളിൽ മുട്ടൻ അടി തന്നെയായിരുന്നു. അവസാനം വിക്രമിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചതിന് ശേഷം എല്ലാവരെയും എത്രയും പെട്ടെന്ന് ആക്ടിവിറ്റി റൂമിലേക്ക് എത്തിക്കണമെന്നായിരുന്നു ബിഗ് ബോസ് വീണ്ടും അറിയിച്ചിരുന്നത്. ഇത് കേട്ടതോടുകൂടി വിക്രമിന്റെ പിടിയാകെ വിട്ടു. പിന്നീട് വിക്രമായിരുന്നു എല്ലാ ഹൗസ്മേറ്റ്സിനോട് ഷൗട്ട് ചെയ്തത്, നിങ്ങളുടെ ഫൈറ്റിംഗ് എല്ലാം മാറ്റിവെച്ച് ഈ ടാസ്ക് ഒന്ന് ചെയ്യാൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും വളരെ ദേഷ്യത്തിൽ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ പറയുകയായിരുന്നു. റെജീൻ, ഗാന വിനോദ്, ശബരി, അമിത്, സുഭിക്ഷ, ദിവ്യ അങ്ങനെ തുടങ്ങി എല്ലാവരും ഇന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ദിവസം ഇത്രയും അധികം ഫൈറ്റുകൾ നടക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു തമിഴ് സീസണിൽ നടക്കുന്നത്. പാവം രമ്യ ഒരു ഭാഗത്തിരുന്ന് കരയുകയായിരുന്നു. കാരണം അത്രമാത്രം അവൾ ഇന്ന് എല്ലാവരെയും ഒന്ന് ഒതുക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ ആരുണ്ട് അവളുടെ വാക്ക് കേൾക്കാൻ. അവസാനം അവൾ പറഞ്ഞു, നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിലും തലൈവി എന്ന ആ പദവിക്കെങ്കിലും നിങ്ങളൊന്ന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒന്ന് മിണ്ടാതിരിക്കുവാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞു. എന്നാൽ ആരും ഇത് മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബെഡ്റൂമിലേക്ക് പൊട്ടിക്കരഞ്ഞ് പോവുകയായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളും ഇതുപോലെ ഒരു ടാസ്കും ഞാൻ ക്യാപ്റ്റനായ ഈ വീക്കിൽ തന്നെ വന്നുപെട്ടല്ലോ എന്നൊക്കെയായിരുന്നു രമ്യ പറഞ്ഞിരുന്നത്. എന്തായാലും വിജയ് സേതുപതി വരുന്ന എപ്പിസോഡിൽ തീർച്ചയായും ഈ ടാസ്കിനെ കുറിച്ച് സംസാരിക്കാതിരിക്കില്ല. നിങ്ങൾക്ക് ബിഗ് ബോസ് തമിഴ് സീസൺ 9 അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.